ഹലോ, ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് കേട്ടോ. ഒരു വർഷത്തെ പ്ലാനിംഗ് ആയിരുന്നു ഡിസംബർ 3-ാം തീയതി സഫലമായത്. ഞാനിത് 4-ാം തവണയാണ് പൊങ്കാലയിടുന്നത്. ഒരു തവണ പൊങ്കാലയിടാൻ എന്ന് വിചാരിച്ച ആൾക്കാരാണ് കേട്ടോ ഇപ്പോൾ 5-ാം തവണയിലേക്ക് കാത്തിരിക്കുന്നത്. ഞങ്ങൾ 13 പേരാണ് പോയത്. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവർ. ഒക്ടോബർ മാസത്തിൽ തന്നെ വണ്ടി റൂമൊക്കെ ബുക്ക് ചെയ്തു. ആർക്കും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ പോയി വരണമെന്നതായിരുന്നു വലിയ ആഗ്രഹം പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഡിസംബർ 3-ന് പുലർച്ചെ 5 മണിക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ആദ്യമായി ചോറ്റാനിക്കര അമ്മയുടെ അരികിലേക്ക്. കഴിഞ്ഞ വർഷം വിചാരിച്ചതായിരുന്നു ഇത്തവണ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ചോറ്റാനിക്കര അമ്മയെ ആദ്യം കണ്ടു തൊഴുത് അനുഗ്രഹം നേടണമെന്ന്. ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു അവിടെ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. മൂകാംബിക ക്ഷേത്രത്തോട് സമാനമായ ചൈതന്യമുള്ളതിനാലാണ് ദക്ഷിണ മൂകാംബിക എന്ന് പേര് ലഭിച്ചത്. ഘനവനങ്ങളാൽ നിറഞ്ഞ കാട്ടിൽ ഒരു ബ്രാഹ്മണൻ തപസ് ചെയ്യുകയും ഭക്തിയിൽ സന്തുഷ്ടയായ സരസ്വതി ദേവി ഈ സ്ഥലത്ത് വസിക്കാമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. കാടിനുള്ളിലെ കുളത്തിൽ സരസ്വതി ദേവി വിഗ്രഹം കണ്ടെത്തുകയും ക്ഷേത്രം പണിത് ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. പിന്നീട് നേരെ ഏറ്റുമാനൂരപ്പൻ്റെ അടുത്തേക്ക് തൊഴുതിറങ്ങിയപ്പോൾ ഭഗവാന്റെ നീട്യം ലഭിച്ചു. ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് നിന്ന് ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. പക്ഷേ ഇതിനിടയിൽ ഞങ്ങൾ കാലത്ത് ഭക്ഷണം കഴിച്ചതിന് തീരെ വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്നദാനം കഴിക്കാതെ പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു ഭഗവാനെ ഞങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി എന്നായിരുന്നു തീരുമാനം. ഒരാൾ വന്ന് ഞങ്ങളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വളരെ സന്തോഷത്തോടെ ചക്കുളത്ത് കാവിലേക്ക്. ഞങ്ങൾ താമസിച്ചത് ക്ഷേത്രത്തിനടുത്തുള്ള കൃഷ്ണ റെസിഡൻസിയിലായിരുന്നു. 3:30 ആയപ്പോൾ ഞങ്ങൾ എത്തി അവിടെ. എന്നിട്ട് ഒരു 4:30 ആയപ്പോൾ അമ്മയെ കാണാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയി. നല്ല തിരക്കായിരുന്നു. ആരും തന്നെ കൂട്ടം തെറ്റി പോകാതിരിക്കാനായിട്ട് കൈകൾ കോർത്ത് പിടിച്ച് ഒരുമിച്ച് നടന്നു. വലിയ ക്യൂ ആയിരുന്നു. അവസാനം അമ്മയുടെ അടുത്തെത്തി. എന്തോ അമ്മയെ കാണുമ്പോഴേക്കും എനിക്ക് കരച്ചിൽ വരും. എന്താണെന്നറിയില്ല. അതുപോലെ തിരക്ക് കാരണം ശരിക്കും തൊഴാനും സാധിച്ചില്ല. ഒന്നുകൂടെ തൊഴണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അങ്ങനെ പുറത്ത് കടന്ന ഉപദേവതകളെയൊക്കെ തൊഴുത് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങളെ സാരഥി റിച്ചിൽ വിളിച്ചത്. ദീപാരാധന തൊഴണോ എന്ന് ചോദിച്ച്. ആദ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരോടും പറഞ്ഞപ്പോൾ അവർക്കൊക്കെ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അമ്മയെ തൊഴാനായിട്ട് കയറി. നിറയെ കണ്ടു തൊഴുതു. എല്ലാവർക്കും സന്തോഷം, അമ്മയുടെ അനുഗ്രഹം. പിന്നീട് കുറച്ച് പർച്ചേസിങ്ങിന് ശേഷം ഭക്ഷണം കഴിച്ച് റൂമിൽ പോയി സുഖനിദ്ര. പിറ്റേന്ന് പുലർച്ചെ മലയാളി മങ്കന്മാരെ പോലെ റെഡിയായിട്ട് ഞങ്ങൾ പൊങ്കാല അർപ്പിക്കാനായിട്ട് വന്നു. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ പൊങ്കാല അർപ്പിക്കാനായിട്ട് നിന്നത്. പൊങ്കാല ഇടാനുള്ള ഒരുക്കങ്ങൾ ചെയ്ത് നിൽക്കുമ്പോഴാണ് പൊങ്കാല ദർശിച്ച് നൈവേദ്യം തളിച്ച് അനുഗ്രഹിക്കാൻ ദേവി പുറപ്പാട് കണ്ടത്. ഒരുപാടുണ്ടായിരുന്നു, പല സ്ഥലത്തേക്കുള്ളത്. പിന്നീട് വിളിച്ചു ചൊല്ലി പ്രാർത്ഥന. അത് കഴിഞ്ഞ് അടുപ്പിൽ തീ പകർന്നു. അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അരിയിട്ടു. എല്ലാവരും വളരെ സന്തോഷത്തോടെ പൊങ്കാല അർപ്പിച്ചു. ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്തെന്നാൽ ഞങ്ങളുടെ സാരഥി റീച്ചിൽ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തെന്നതാണ്. അറിയാത്ത പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീഡിയോസ് എടുത്തു തന്നു. നല്ല ചൂടും പുകയുമാണ് കേട്ടോ. റിജിലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ തലേ ദിവസം ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്ന ചേച്ചി ഒരിക്കലും മറക്കില്ല. എല്ലാവരെയും ഞങ്ങൾക്കായിട്ട് അമ്മ അയച്ചു തന്നെയാണ്. അവരൊരു നിമിത്തമായെന്ന് മാത്രം.
പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഒരു 3:45 ആയപ്പോൾ ചെക്കൗട്ട് ചെയ്തു ഇറങ്ങി നേരെ മണ്ണാർശാലയിലേക്ക്. അവിടെ എത്തിയപ്പോഴോ നല്ല മഴ, മുഴുവനും തൊഴാനൊന്നും സാധിച്ചില്ല. പിന്നീട് അടുത്തായിട്ട് ഞങ്ങൾ നേരെ പോയത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പഞ്ചാമൃതമൊക്കെ ലഭിച്ചു, നല്ല സ്വാദുണ്ടായിരുന്നു. പിന്നീട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് ഭഗവാനെ തൊഴുത് അവിടെ നിന്ന് കഞ്ഞിയും പുഴുക്കൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു. പോകുന്ന വഴിയിൽ ഞങ്ങളൊന്ന് ആഘോഷിച്ചു കേട്ടോ. മനസ്സ് നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് അമ്മയുടെ അടുത്തേക്ക് എത്താൻ. Endorim,